നിനക്ക് ഞാൻ കഴിക്കാനല്ല തരുന്നത്. ഇനി ഇതും കൂടി ആ ബെഡിലാക്കിക്കോളും. ഡി ഇറങ്ങി പോടി അവിടുന്ന്. മണിമോളെ ചീത്ത മുത്തച്ചേച്ചി നല്ലതാ. പാറക്കുഞ്ഞമ്മ നല്ലതാ. ദാ പെണ്ണെ, എനിക്ക് നിന്റെ പാറക്കുഞ്ഞമ്മടി മുത്തച്ചേച്ചിയുടെ കാര്യം നിൽക്കുന്നുണ്ടല്ലോ. നിന്നെ തല്ലി കൊല്ലാനാ എനിക്ക് തോന്നണട്ടോ. നിന്നെ ഞാൻ തല്ലി കൊല്ലിപ്പോ. മണിമോളെ ചീത്ത. മമ്മി ഒന്നിങ്ങ് വന്നേ. മമ്മി ഇത് എവിടെ പോയി കിടക്കുക? ഈ പെണ്ണെ ബെഡൊക്കെ പോയി നശിപ്പിക്കും. മണിമോളല്ലേ ചെറിയമ്മനെ വിളിച്ചിങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നത്? അപ്പൊ കല്ലുണ്ടോ മണിമോളുടെ റൂമില്? അപ്പൊ ഇവര് കള്ളം പറഞ്ഞതാണോ കല്ല് ഇവിടെ ഇല്ലെന്ന്? അതിനർത്ഥം ഇവരവളെ എന്തായാലും മെല്ലെ ഒന്ന് പോയി നോക്കട്ടെ. ചെറിയമ്മ എവിടെയാണാവോ? മണിമോള് ചെറിയമ്മനെ കാണാതെയാണ് വിളിക്കുന്നത്. അതെന്തായാലും ഉറപ്പാ. അപ്പൊ ചെറിയമ്മ അവിടെ ഇല്ല. എന്തായാലും പോയി നോക്കാം. എന്നാ സംശയം തീരുമല്ലോ. പാവം പാറു അവിടെ ആകെ വിഷമിച്ചിരിക്കാവും കല്ലുവിനെ കാണാതെ. എന്നാലും ഇവരെന്തിനാ ഇപ്പൊ കല്ലു ഇവിടെ ഇല്ലെന്ന് കള്ളം പറയുന്നത്? എന്തായിരിക്കും ചെറിയമ്മയുടെയും മണിമോളുടെയും പ്ലാൻ? മുത്തശ്ശനാണെങ്കിൽ ഇവിടെ ഇല്ല താനും. അല്ലെങ്കിൽ മുത്തശ്ശനോടെങ്കിലും പറയായിരുന്നു. ഇനിയിപ്പോ കല്ലുവിനെ അവരെന്തെങ്കിലും ചെയ്യോ? ഇവളുടെ നിൽപ്പ് കണ്ടിട്ട് അത്ര ശരിയല്ലല്ലോ. ഇനിയിപ്പോ മണിമോളുടെ ശബ്ദം എങ്ങാനും കേട്ടോ? ഇവൾക്ക് സംശയമുണ്ടായാൽ അത് പ്രശ്നമാണ്. അത് അനുവദിച്ചുകൂടാ. ഇവളെ ആദ്യം ഒതുക്കണം. എന്നിട്ട് മണിമോളുടെ അടുത്തേക്ക് പോകുന്നതാണ് ബുദ്ധി. എന്ത് ചെറിയമ്മയാടി? എന്താടി എന്താണ് നീ അവിടെ നോക്കി നിൽക്കുന്നത്? അവിടേക്ക് മൊത്തം തുടച്ചു കഴിഞ്ഞു. ഇനി താഴെ തുടക്കാനുള്ളൂ. അതിന് സ്റ്റെപ്പൊക്കെ തുടച്ചോളൂ നീ. എന്താടി സ്റ്റെപ്പിൽ നീ ചെവി ഓർത്ത് നിൽക്കുന്നത്? നിനക്കെന്താ? നിനക്കെന്തെങ്കിലും സംശയമുള്ളത് പോലെ? ആരെയാണ് നിനക്ക് സംശയം? എന്നെയോ? അതല്ല ചെറിയമ്മേ, മണിമോള് അവിടെ നിന്നിട്ട് വിളിച്ചിരുന്നു. എന്താണ് വിളിച്ചത്? അവള് ചെറിയമ്മനെ വിളിച്ചിരുന്നു. അതിന് നീയാണോ അവളുടെ മമ്മി? എന്നെയല്ല അവള് വിളിച്ചത്. പറയടി പാറമുത്തേ. അത് ചെറിയമ്മനെ തന്നെ വിളിച്ചത്. പറയടി അവൾ എന്താ വിളിച്ചതെന്ന്. മമ്മീന്ന്. അവളുടെ മമ്മി ആരടി? പറയടി അവളുടെ മമ്മി ആരാ? നീയാണോ അതോ ഞാനോ? അത് ചെറിയമ്മ തന്നെയാണ്. പിന്നെ എന്തിനാടി നീ അവളെ വിളിക്കുമ്പോ ചെവി ഓർത്ത് നിൽക്കണേ? അവളുടെ മമ്മി ഞാനല്ലേ. അപ്പൊ അവള് വിളിച്ചാൽ പോകണമെന്ന് എനിക്കറിയില്ലേ. നീ എന്തിനാ അതും ചെവി ഓർത്ത് ഇവിടെ നിന്നത്? അതല്ല ചെറിയമ്മേ. പിന്നെ നേരത്തെ പാറക്കുട്ടി വന്നീനെ ഇവിടെ. നിന്റെ പാറക്കുട്ടി ഇവിടെ വന്നത് ഞാനെന്ത് ചെയ്യണമെടി? എന്തിനാണ് നിന്റെ പാറക്കുട്ടി ഇവിടെ വന്നത്? ഇവിടെയുള്ള കാശും സ്വർണവും എല്ലാം അടിച്ചു മാറ്റാനാണോ? അല്ല ചെറിയമ്മേ. ഓഹോ, അതൊന്നും ആവില്ല. നിന്നോട് സഹായം ചോദിക്കാനാവും അതല്ല അടിച്ചു മാറ്റാനേ. ഇപ്പോഴേ സ്വർണത്തിനൊക്കെ എന്താ വില. എന്റെ ആഭരണങ്ങളൊക്കെ അടിച്ചു മാറ്റാനുള്ള പരിപാടി വല്ലതുമാണോടി നീ അവളും കൂടി? അല്ല ചെറിയമ്മേ, അല്ല. കല്ലുല്ലേ കല്ലു അവളെ കാണുന്നില്ലെന്ന്. അപ്പൊ ബാക്കി പറയടി. അല്ല ചെറിയമ്മേ, അവൾ ഇന്ന് രാവിലെ ഇവിടെ വന്നിരുന്നല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ഉണ്ടായിരുന്നെന്ന്. ആണോ? ഇവിടെ വന്നെന്ന് വെച്ചാ ഇവിടെ തന്നെ താമസിക്കാണോ? അവളുടെ വീടാണോ ഇത്? അങ്ങനെ എത്ര പിച്ചക്കാരി ഇവിടെ വീട്ടിൽ വരുന്നുണ്ട്. അവർക്കൊക്കെ കേറി താമസിക്കാനുള്ളതാണോ ഈ വീട്? അതല്ല ചെറിയമ്മേ, അവളെ കാണുന്നില്ല ചെറിയമ്മേ. അവളെ അന്വേഷിച്ച് അവരാകെ സങ്കടത്തിലെ ചെറിയമ്മേ. പാറു കരയായിരുന്നു. അവരുടെ അമ്മയും എല്ലാവരും കരയാണത്രേ. പാവം കല്ലു അവളെ കാണുന്നില്ലെന്നാ പറയുന്നേ. കരയട്ടെടി, നല്ലപോലെ കരയട്ടെ. കരഞ്ഞെങ്കിലേ അതവരുടെ കയ്യിലിരിപ്പിന്റെ ഗുണാ. അയ്യോ ചെറിയമ്മ അങ്ങനെയൊന്നും പറയല്ലേ. കല്ലു കൊച്ചുകുട്ടിയല്ലേ. നിന്ന് മോങ്ങണ്ടടി. ചെറിയ കുട്ടികളാകുമ്പോഴേ അവരെ നല്ലപോലെ നോക്കണം. ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നതൊക്കെ. അല്ലാതെ കൊച്ചി ഇങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയെന്ന് വെച്ചിട്ടേ ഇവിടെയാണോ വന്ന് അന്വേഷിക്കുന്നത്? അവരുടെ കൊച്ചെവിടെയെങ്കിലും പോയെങ്കിലേ അവരുടെ കയ്യിലിരിപ്പ് മോശം. അവർക്ക് കൊച്ചിനെ നോക്കാനുള്ള കഴിവില്ലാതായി പോയി. അതിന് ഇവിടെ വന്ന് അന്വേഷിച്ചിട്ട് എന്താ കാര്യം? നീ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത്? മണിമോളുടെ റൂം വൃത്തിയാക്കാന്ന് പറഞ്ഞാലോ? എന്നാലേ അവിടെ ഉണ്ടെങ്കിൽ അറിയാൻ ചെയ്യാലോ. നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? എന്താണ് നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? അതൊന്നുമില്ല ചെറിയമ്മേ. ഞാനേ മണിമോളുടെ റൂം വൃത്തിയാക്കാൻ പോകാൻ നിൽക്കുകയായിരുന്നു. അയ്യോടാ, അവർക്ക് രസം കണ്ടുപിടിക്കാനേ പോകാൻ എന്താ ഒരു തിടുക്കെന്നറിയോ? അതൊന്നുമല്ല ചെറിയമ്മേ, മുകളിലൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞു. ഇനി ചെറിയമ്മയുടെ മണിമോളുടെ റൂം വൃത്തിയാക്കി കഴിഞ്ഞാലേ എനിക്ക് പിന്നെ ഹാളും
അവള് സംശയം ചോദിക്കാൻ നിൽക്കുന്നു. എന്റെ മോള്. അമ്മ, അച്ഛനെ എന്താ കാണാത്ത അമ്മ? എനിക്ക് പേടിയാവണം അമ്മ. ഇപ്പൊ വരാന്നാ ബാലു പറഞ്ഞത്. അവിടുന്ന് വന്നിട്ടുണ്ടാവും. മക്കളെ, അവൾ സെൽഫിക്കറിന്റെ വീട്ടിൽ പോയിട്ടില്ലെന്നാ പറഞ്ഞവര്. അതെ അമ്മ, അവിടെ ഒന്നും ഇല്ല പറഞ്ഞു. സെൽഫിക്കറും പാറും കൂടി അതിലേക്ക് അന്വേഷിക്കാന്ന് പറഞ്ഞു. എന്റെ മോളെ കല്ലു. കല്ലു മോളെ, അമ്മയുടെ അടുത്ത് വാ മോളെ. എന്റെ ഈശ്വരാ, എന്റെ കല്ലു മോളെ എവിടെ പോയത്? കല്ലു മോളെ, അമ്മയുടെ അടുത്ത് വാ മോളെ. കല്ലു മോളെ. കരയണ്ട ചേച്ചി, നമുക്ക് അച്ഛൻ വന്നിട്ട് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. മോളെ കല്ലു. മോളെ കല്ലു. അമ്മേ, ദാ അച്ഛൻ. നീലു, വല്ല വിവരം കിട്ടിയോ? ബാലു. എന്താ നീലു, ഇനിയും അവളെ കണ്ടു കിട്ടിയില്ലേ? ഇല്ല ബാലു, ഇവിടെ അടുത്തെല്ലാം ഞങ്ങൾ അന്വേഷിച്ചു. അവിടെ ഒന്നും ഇല്ല ബാലു. അവളില്ല ബാലു. അച്ഛാ, എന്റെ മോള്. മോള് കരയണ്ട മോളെ. അവള് എവിടെ പോകാനാ? എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാകും അവള് എന്ന്. നമുക്ക് അന്വേഷിക്കട്ടോ. മോള് സമാധാനായിട്ടിരിക്ക്, ഒന്നും സംഭവിക്കില്ല. അച്ഛാ, അച്ഛാ. ബാലു. നീലു, ഞാനൊന്ന് പോയി അന്വേഷിക്കട്ടെ. ഒന്നും വരില്ല. നമ്മുടെ മോളെ പെട്ടെന്ന് തന്നെ കിട്ടും. നീ സമാധാനായിട്ടിരിക്ക്, മക്കളെ സമാധാനിപ്പിക്ക്. നീ കൂടി ഇങ്ങനെ തളർന്നാൽ എങ്ങനെ ശരിയാവുക? എന്നെക്കൊണ്ട് പറ്റുന്നില്ല ബാലു. മക്കളെ, അമ്മയെ അവിടെ കൊണ്ട് എത്തിക്ക്. ഞാനേ പോയെന്ന് അന്വേഷിച്ചു നോക്കട്ടെ. വാ അമ്മേ, അച്ഛൻ അന്വേഷിച്ച് പോട്ടെ അമ്മേ. അമ്മ വാ. ബാലു, വേഗം പോയി നോക്ക് ബാലു. എവിടെയെങ്കിലും എന്റെ മോളുണ്ടോന്നൊന്ന് നോക്ക് ബാലു. അച്ഛാ. മോളെ പാറു, അവിടെ എവിടെയും കണ്ടോ എന്റെ കല്ലുനെ? ഇല്ല, ഞങ്ങൾ അതിനൊക്കെ നോക്കി. അവിടെ ഒന്നും കാണുന്നില്ല കല്ലുനെ. അച്ഛാ, ഇവിടെ ഒന്നും ഇല്ല അച്ഛാ കല്ലു. നമ്മുടെ കല്ലുമോളെ എവിടെ പോയി അച്ഛാ? അച്ഛാ, നമ്മുടെ കല്ലുനെ വേഗം അന്വേഷിച്ച് കണ്ടുപിടിക്കച്ചാ. എനിക്ക് പേടിയാവുന്നു അച്ഛാ. മമ്മി, ഈ മമ്മി ഇത് എവിടെ പോയി കിടക്കാ? എത്ര നേരമായി ഞാൻ വിളിക്കണോ? ചീത്ത, മണിമോളെ. പെണ്ണ്, നീ ഇങ്ങനെ ഉണ്ടല്ലോ. എന്നെ അമ്മ പറഞ്ഞാലുണ്ടല്ലോ, നിന്റെ ചെവി ഞാൻ അരിഞ്ഞെടുക്കും. എടി മോളു. ഓ വന്നോ? മമ്മി എവിടെ പോയി കിടക്കായിരുന്നു മമ്മി? എന്താ മോളു, ഒന്ന് കൂൾ ഡൗൺ. ഓ മമ്മി, എന്റെ ബെഡ് കാർഡിന് കണ്ടില്ല മമ്മി. ഞാൻ ഇന്ന് രാത്രി എങ്ങനെ അവിടെ കിടക്കും? മോളു, നിനക്ക് പാറക്കുട്ടിയുടെ കരച്ചിൽ കാണണോ അത് സുഖമായി കിടക്കണോ? അവളുടെ കരച്ചിലൊക്കെ കാണണം. അപ്പഴേ കുറച്ചിതൊക്കെ സഹിക്കേണ്ടി വരും. പക്ഷെ മമ്മി, ഈ ബെഡ് മുഴുവൻ വൃത്തികേടാക്കുന്ന മമ്മി, ആ നശിച്ച പെണ്ണ്. മോളു, അതിനൊക്കെ വഴിയുണ്ടടി. നമുക്ക് ആ മുത്തിനെ കൊണ്ട് ഇതൊക്കെ വൃത്തിയാക്കിച്ചാ പോരെ? അപ്പഴും അവൾക്കല്ലേ ജോലി ഭാരം കൊടുത്തത്. അപ്പഴും ആരാ ജയിച്ചത്? എന്റെ മോള് അല്ലേ? അതൊക്കെ ശരിയാണ്. പക്ഷെ എനിക്ക് നശിച്ച പെണ്ണ് അവിടെ ഇരിക്കുന്നുണ്ട് ദേഷ്യം വരുന്നോ? കല്ലുമോളെ. ഒരു കല്ലുമോള്. ശരിയമ്മ, നല്ലതാ. മണിമോള് ചീത്ത. കല്ലുനെ പാറുകുഞ്ഞമ്മനെ കാണണം. അങ്ങനെ പറഞ്ഞോടാ. അത് മൊത്തം കഴിച്ചിട്ട് പാറുകുഞ്ഞമ്മനെ കാണാൻ പോവാം. ഞാന് കഴിക്കാലോ. മമ്മി, എടി മോളു, ഒന്ന് ശബ്ദം താത്ത്. നേരത്തെ ആ മുത്തില്ലേ, ആ പെണ്ണിന്റെ അവിടെ ചെവിടോർത്ത് നിൽക്കുക. നീ വിളിക്കുന്നത് കേട്ടിട്ട് അവൾക്ക് എന്തൊക്കെ സംശയം ഉണ്ടെന്ന് തോന്നുന്നു. ആണോ മമ്മി? എന്നിട്ടോ? എന്നിട്ടെന്താ, ഞാനല്ലേ അവളെ വിരട്ടി ഓടിച്ച് വിട്ടിട്ടുണ്ട്. അവിടെ അടുക്കളയിൽ കുറെ പാത്രം കഴുകാനുണ്ട്, പോയി വൃത്തിയാക്കെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാന്. ഓ മൈ ഗോഡ്, ഞാൻ പേടിച്ചു. അതൊക്കെ ഞാൻ നോക്കിക്കോളാം മോളെ. അല്ല മമ്മി, മമ്മിയുടെ പ്ലാൻ എന്താ? ഈ പെണ്ണിനെ ഇവിടെ ഇട്ട് വളർത്താനാണ് പ്ലാൻ? ഇവളെയോ?
എന്താ അവളുടെ ഒരു സ്നേഹം, അവളുടെ ഒരു പാലക്കുഞ്ഞമ്മ. അവള്